നമസ്തേ. ചെലമ്പം തമിഴകത്തിൻ്റെ ഒരു ആയോധന സമ്പ്രദായമാണ് ചെലമ്പം. അതിൽ 18 വിഭിന്നങ്ങളായ മുറകൾ ചേർന്ന സമഗ്രമായ ഒരു ശാസ്ത്രശാഖയാണ്. നമ്മൾ കളരിപ്പയറ്റ് എന്ന് പറയുന്ന പോലെ ഈ 18 മുറകൾ ചേർന്ന സമഗ്രമായ ശാസ്ത്രശാഖയാണ് ചെലമ്പം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പോർച്ചെലമ്പം. ഇന്ന് തമിഴകത്തിൽ പോലും ആ സമ്പ്രദായം നിലനിൽപ്പില്ല. വളരെ രഹസ്യ സ്വഭാവമുള്ളതും മാരകമായ ഒരു സമ്പ്രദായമാണ്. ഇനി ആയോധനകല എന്ന് പറയുന്നത് മാരണകലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിരോധവും ആക്രമണവും പ്രത്യാക്രമണവും വളരെ വളരെ രഹസ്യ സ്വഭാവം, നിഗൂഢത എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് പോർച്ചെലമ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഒളികോലും കള്ളച്ചുവടുകളുടെയും സമഗ്രമായ ശാസ്ത്രശാഖയാണ് പോർച്ചെലമ്പം. എന്താണ് കള്ളച്ചുവട്? കള്ളച്ചുവട് എന്ന് പറയുന്നത് ഒരാളെ ശാരീരികമായി ഈ മുറകൾ അഭ്യസിക്കാവുന്ന നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നാൽ ഒരാളിലുള്ള ഉള്ളിൽ ദൃശ്യനാഡികളും അദൃശ്യനാഡികളുണ്ടെന്നാണ് ആചാര്യന്മാർ പ്രതിപാദിക്കുന്നത്. അതിൽ അദൃശ്യനാഡികളിലൂടെ പ്രാണന്റെ സഞ്ചാരം ഉണ്ടാകുമ്പോൾ ഒരാളിൽ അമാനുഷികത ഉണർന്നു വരുന്നു. അങ്ങനെ ഒരാളിൽ അമാനുഷികത ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ പ്രായം അയാൾക്കൊരു പ്രശ്നമായിട്ട് വരത്തില്ല. രണ്ടാമത്തത് ശ്വാസവ്യായാമക്രമങ്ങളിലൂടെ ഒരാളെ പ്രായങ്ങളിലെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് അയാളിൽ അമിതമായ ശക്തി പ്രവാഹം ഉണ്ടാകും. അതിലൂടെ അയാൾക്ക് അമാനുഷികമായ കഴിവുകൾ നിലനിൽക്കാൻ സാധിക്കും. അപ്പം കള്ളച്ചുവടും ശ്വസന വ്യായാമങ്ങൾ പ്രത്യേകതയാണ്. ഇനി ഒളികോലി എന്ന് പറയുന്നത് ഒരു നേർകോലിന് 3 ഒളികോലുണ്ട്. അപ്പം പ്രതിരോധം, ആക്രമണം, പ്രത്യാക്രമണം 9 ഒളികോല് പറയുന്നുണ്ട്. ഒളികോല് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയത്തെ പൂർണ്ണമായിട്ട് അയാൾക്ക് ഒഴിവായി പോകും. കാരണം അത് തടയല കൈകളാണ്. ഒരിക്കലും അതിന് ഡിഫെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര പെർഫെക്റ്റ് അറ്റാക്കാണ്. ഇത് കലയായതുകൊണ്ട് തന്നെ ഈ വിദ്യ പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു ശരിയായ ശിഷ്യനെ കണ്ടെത്താണ്ട് ഈ വിദ്യ പകരാൻ പറ്റാണ്ട് വരും. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അയാൾ ഈ വിദ്യക്ക് അർഹനല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഈ വിദ്യ കൊണ്ട് നാടിനും അത് പഠിപ്പിച്ച ഗുരുവരമ്പയ്ക്ക് സർവനാശം വിതയ്ക്കും. അതുകൊണ്ട് ഈ വിദ്യ ഒളിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിനെ ഒളികോലെന്നും കള്ളച്ചുവടെന്ന് പറയുന്നത്. പോർച്ചെലമ്പത്തിൻ്റെ സമഗ്രമായ അറിവിനെ കുറിച്ച് അടുത്തുള്ള എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. ഇനി ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയായി അത് സിദ്ധ പരമ്പരയിൽപ്പെടുന്ന ആചാര്യന്മാരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഉത്തമനായ ഒരു യോഗിക്ക് ശ്രേഷ്ഠനായ ഒരു പോരാളിയാകാൻ പറ്റുകയുള്ളൂ.